അനന്തമായ സൗന്ദര്യം കൊണ്ടും സംശുദ്ധമായ ജീവിതം കൊണ്ടും അറിയാവുന്ന എല്ലാ മനുഷ്യരുടെയും ഹൃദയം കവർന്ന നടനാണ് പ്രേംനസീർ. ആരെക്കൊണ്ടും ഒരു മോശവും പറയിപ്പിക്കാതെ ഇരുന്നിട്ടും പ്രേംനസീറിന് ശത്രുക്കളുണ്ടായി. രാഷ്ട്രീയത്തിനോട് പ്രേംനസീറിന് തോന്നിയ താല്പര്യമാണ് അത്തരം ശത്രുതകളൊക്കെ ഉണ്ടാവുന്നതിന് കാരണമായത്. അത്തരം ഒരു ശത്രുതയുടെ ഭാഗമായിട്ട് മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ്റെ കുബുദ്ധിക്ക് ഇരയാകേണ്ടി വന്നു പാവം പ്രേംനസീറിന്. സിനിമ എന്ന പേരിൽ തന്നെ തേജോവധം ചെയ്യുകയായിരുന്നു രാജേന്ദ്രൻ എന്ന് ശ്രീ നസീറിന് മനസ്സിലാകുകയും ചെയ്തു. മലയാളിയുടെ അന്നത്തെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കും അപ്പുറം വരുന്ന വശ്യതയുണ്ടായിരുന്നു പ്രേംനസീറിന്. നിഷ്കളങ്കമായ ചിരിയും ഭാവങ്ങളുമായിട്ട് കടന്നു വന്ന ആ സൗന്ദര്യ ബിംബത്തെ മലയാളക്കര ഏറ്റെടുത്തു. അയാളുടെ വ്യക്തിജീവിതം സിനിമാ മാസികകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ജനം അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങനെ ശരീരം പോലെ തന്നെ സുന്ദരമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ മറ്റൊരു മലയാള നടനും കിട്ടാത്തത്ര സ്നേഹവും ബഹുമാനവും മലയാളികൾ പ്രേംനസീറിന് നൽകി. കൃഷ്ണകുചേല എന്ന സിനിമയിൽ ശ്രീകൃഷ്ണനായ പ്രേംനസീർ പിൽക്കാലത്ത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനായ നിതീഷ് ഭരദ്വാജിനെ പോലെ ഹിറ്റായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുള്ള കടകളിൽ അക്കാലത്ത് പ്രേംനസീർ കൃഷ്ണരൂപത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ തരംഗമായിരുന്നു. ആ ചിത്രങ്ങൾ ഹിന്ദു ഗൃഹങ്ങളിൽ നിലവിളക്കിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു തലമുറയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കുവാൻ കൂടി കഴിയുകയില്ല. പറഞ്ഞു വരുന്നത് പ്രേംനസീർ മലയാളികൾക്ക് അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. സിനിമ എന്നാൽ പ്രേംനസീർ ആയിരുന്ന കാലം. എല്ലാ തിയേറ്ററുകളിലും പ്രേംനസീറിൻ്റെ സിനിമകൾ. ആനയും കടലും പ്രേംനസീറും എത്ര കണ്ടാലും മതിവരാത്ത 3 കാര്യങ്ങൾ എന്ന് മലയാളി സ്വന്തം മനസ്സിൽ നിന്ന് പറഞ്ഞതാണ്. പുതിയ തലമുറയ്ക്ക് പ്രേംനസീർ എന്തായിരുന്നുവെന്ന് ഭാവനയിൽ കൂടി കാണാൻ കഴിയുകയില്ല. അങ്ങനെ ഇരിക്കെയാണ് ശ്രീ പ്രേംനസീറിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായത്. സ്വന്തമായി ഒരു പാർട്ടി, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എൻ ടി രാമറാവുമായും MGRമായും നല്ല ബന്ധമുള്ള, അവരെക്കാൾ പ്രതിച്ഛായുള്ള നടനായിരുന്നു പ്രേംനസീർ. അങ്ങനെയുള്ള പ്രേംനസീർ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ അന്നം മുട്ടാൻ പോകുന്നവർ അസ്വസ്ഥരായി. കോൺഗ്രസിന് ആധിപത്യമുണ്ടായിരുന്ന ആന്ധ്രയും തമിഴ്നാടും NTRും MGRും പങ്കിട്ടെടുത്തു. അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഓർക്കുന്നില്ല എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് കേരളത്തിൽ പ്രേംനസീറിൻ്റെ വരവ്. നെഹ്റുവിൻ്റെ പ്രിയപുത്രി ഇന്ദിരാഗാന്ധിക്ക് ഭയമായി. പ്രേംനസീറിൻ്റെ പാർട്ടി വരുന്നത് പത്രമാധ്യമങ്ങൾ വലിയ ഉത്സാഹത്തോടെ ആഘോഷിക്കുകയാണ്. പല പാർട്ടികളിലെയും പല നേതാക്കന്മാരും പ്രേംനസീറിനെ സന്ദർശിക്കുകയും അവരുടെ പിന്തുണ അറിയിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്ത് തുടങ്ങി. ഇതൊക്കെ നിരന്തരം വാർത്തകളായി. മാധ്യമങ്ങൾ ഒരു തരംഗമുണ്ടാക്കുന്നതിന് മുൻപ് ബുദ്ധിമതിയായ ഇന്ദിര ഇടപെട്ടത്രേ. തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി PC അലക്സാണ്ടറെ നിയോഗിച്ച് വാർത്തകളിൽ നിന്ന് പ്രേംനസീർ സംബന്ധമായ എല്ലാം ഒഴിവാക്കാനും അപ്രധാനവൽക്കരിക്കാനും മാധ്യമങ്ങളെ ചട്ടം കെട്ടി. കാര്യം മനസ്സിലാക്കിയപ്പോൾ ശ്രീ പ്രേംനസീർ തന്നെ രാഷ്ട്രീയ പാർട്ടി വേണ്ടെന്ന് വെച്ചു. അപ്പോഴും കോൺഗ്രസ് അദ്ദേഹത്തെ വിട്ടില്ല. പ്രേംനസീറിന് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്നും അതിന് അദ്ദേഹം തയ്യാറാകണമെന്നുമുള്ള ആവശ്യവുമായി അവർ അദ്ദേഹത്തെ നിരന്തരം ചെന്ന് കണ്ടു. പ്രേംനസീർ കോൺഗ്രസിനൊപ്പം പോയാൽ അത് കോൺഗ്രസിന് മുതൽക്കൂട്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ നിലവിലെ അമരക്കാർക്ക് തങ്ങളുടെ സ്ഥാനം പോകുമോ എന്ന ഭയവും തോന്നി. പ്രേംനസീറിൻ്റെ വരവ് കോൺഗ്രസുകാർ മാത്രമല്ല, ഇടതുപക്ഷവും ഭയപ്പെട്ടു. ജാതിമത ചിന്തകൾക്കതീതമായി ഒരു കുറ്റവും കുറവും പറയാൻ കഴിയാത്ത മനുഷ്യൻ, ഇനി വല്ലതും പറഞ്ഞാൽ തന്നെ ഒരാൾ പോലും വിശ്വസിക്കാത്ത ശക്തമായ പ്രതിച്ഛായ. അങ്ങനെയായ സ്ഥിതിക്ക് ശങ്കരാടി കഥാപാത്രം പറയുന്നത് പോലെ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ പെടുത്തണം. അങ്ങനെയാണ് പ്രേംനസീറിനെ വളർത്തിയ സിനിമ തന്നെ ഉപകരണമാക്കി അദ്ദേഹത്തെ താറടിക്കാനുള്ള ആദ്യത്തെ ശ്രമം നടക്കുന്നത്. അക്കാലത്ത് സ്റ്റണ്ടും സാഹസികതയുമെന്നല്ല, എല്ലാം ആ നടന്മാർ തന്നെയാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ജോസ് പ്രകാശും ബാലൻ കെ നായരുമൊക്കെ കല്യാണ വീടുകളിൽ ചെന്നാൽ പോലും പെണ്ണുങ്ങൾ അവരുടെ കണ്ണിൽപ്പെടാതെ ഭയന്നു മാറി നിൽക്കുന്ന കാലം. പ്രേംനസീർ എന്ന മഹാനടനെ ഡിപ്ലോമാറ്റിക്കായ ഒരു നയവഞ്ചകനായി വരച്ചു കാണിക്കുന്ന ഒരു സിനിമ ലെനിൻ രാജേന്ദ്രൻ മെനഞ്ഞെടുത്തു. പൊതുവെ ആശയവും രാഷ്ട്രീയവും പറയുന്ന സിനിമകൾ മാത്രം എടുത്തിട്ടുള്ള ലെനിൻ രാജേന്ദ്രൻ പ്രത്യക്ഷമായി ഒരു രാഷ്ട്രീയവും പറയാത്ത പ്രേംനസീറിനെ വ്യക്തിഹത്യ നടത്തുക എന്നതിനപ്പുറം കലാപരമായോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു മൂല്യവുമില്ലാത്ത ഒരു സിനിമ പാവം പ്രേംനസീറിനെ തന്നെ നായകനാക്കി ഉണ്ടാക്കി. മറ്റൊരു നിവൃത്തിയുമില്ലാതെ ചലച്ചിത്രതാരം സാക്ഷാൽ പ്രേംനസീറിനെ തട്ടിക്കൊണ്ടുപോകുന്ന തൊഴിൽ രഹിതരായ കുറേ ചെറുപ്പക്കാരും അവരോട് ആദ്യാവസാനം മാന്യത അഭിനയിച്ച് പെരുമാറി അവസാനം പോലീസ് രക്ഷപ്പെടുത്തുകയും യുവാക്കളെ മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ നിലവിളികൾ കേട്ട് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ നടന്നു പോകുന്ന പ്രേംനസീറിനെയാണ് സിനിമയിൽ കാണാൻ കഴിയുക. അതായിരുന്നു പ്രേംനസീറിനെ കാണാനില്ല എന്ന പേരിൽ പുറത്തിറങ്ങിയ ചിത്രം. അവസാന നിമിഷത്തെ തിരിഞ്ഞു നോക്കാതെയുള്ള സാർത്ഥകമായ ആ നടത്തം പ്രേംനസീറിനോട് പറഞ്ഞ കഥയിൽ ഉൾപ്പെട്ടിട്ടില്ലാതിരുന്നതും സംവിധായകൻ്റെ ബ്ലാക്ക് ബ്രില്യൻസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതുമാണ്. എന്തായാലും സിനിമയ്ക്ക് ശേഷം പ്രേംനസീറിൻ്റെ സ്വീകാര്യത മുൻപത്തേക്കാൾ കുറഞ്ഞു എന്ന് പറയപ്പെടുന്നു. പക്ഷേ
പനിനീർ മലരിന് ഒരിതൾ കുറഞ്ഞാലും അതിൻ്റെ കാന്തി പോവുകയില്ലല്ലോ. ഷൂട്ടിങ്ങിന് ശേഷം സ്റ്റുഡിയോയിൽ ഡബ്ബ് ചെയ്യുന്ന സമയത്താണ് ശ്രീ പ്രേം നസീർ തന്നെ ഹൃദയശൂന്യനായി ചിത്രീകരിച്ചിരിക്കുന്ന ആ ക്ലൈമാക്സ് രംഗം കാണുന്നത്. എപ്പോഴും മാന്യമായി പെരുമാറുന്ന നസീർ പൊട്ടിത്തെറിക്കുമെന്നും ആ രംഗം നീക്കം ചെയ്യണമെന്ന് പറയുമെന്നും ലെനിൻ രാജേന്ദ്രൻ കരുതി. അമ്മാതിരി വൃത്തികേടാണല്ലോ അയാൾ ആ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഡബ്ബ് ചെയ്തതിനു ശേഷം ആ സീൻ കണ്ട് പ്രേം നസീർ ഒരു നിമിഷം അമ്പരന്നിരുന്നു. പിന്നെ രാജേന്ദ്രനെ ഒന്ന് നോക്കി. ഒരു നിമിഷത്തെ നിശബ്ദത. തൻ്റെ ദുഷ്ടചിന്ത പുറത്തു വന്നതിൻ്റെ ഇളിഭ്യതയും ഭയവുമായിട്ട് അയാൾ ഉരുകിയിരുന്നിട്ടുണ്ടാവണം. പ്രേം നസീർ ഒന്ന് ചിരിച്ചു. ഓ, എന്നെ തന്നെ കുത്തിയതാണല്ലേ എന്ന് ചോദിച്ചു. പിന്നെ തനിക്ക് കിട്ടാനുള്ള പ്രതിഫലവും വാങ്ങി ശാന്തനായി ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒരു മനുഷ്യന് പെരുമാറാൻ കഴിയുമെന്ന് രാജേന്ദ്രന് ഇന്നുകൂടി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല. മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ പ്രേം നസീർ ഇറങ്ങിപ്പോയപ്പോൾ ഇയാളുടെയൊക്കെ മുൻപിൽ താൻ എന്തൊരു വാഴയാടോ എന്ന് അയാൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവണം. എന്തായാലും സിനിമയിൽ നിന്ന് ആ ഹീനമായ രംഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.